ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ദുബായ് പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ദുബായിൽ ഇതിൻ്റെ റേറ്റ് അറിയുന്നവർക്ക് അറിയണ്ടാവും. നല്ല റേറ്റ് ഇല്ല, 65 ദിർഹംസ് എങ്ങാനും ഉണ്ട് ഒരു ചെറിയ പീസ് ചോക്ലേറ്റിന്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് പെർഫെക്റ്റ് റെസിപ്പി ഒന്നല്ല, എന്നാലും ഈ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് പിസ്താഷ്യൂ ബട്ടറാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം പിസ്ത എടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് പകരം പിസ്താഷ്യൂ ബട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. ഞാൻ പിന്നെ വാങ്ങാൻ നിന്നിട്ടില്ല, കാര്യം ഒരു ചെറിയ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് അങ്ങനെ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല. പിസ്തയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. ഈ ഒരു പിസ്തേനെ നമുക്ക് നല്ലോണം പൊടിച്ചിട്ട് പിസ്താഷ്യൂ ബട്ടറാക്കി എടുക്കാനും പറ്റും കേട്ടോ. എനിക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുനാഫ ഡോയാണ്. കുനാഫ ഡോയും 1 കിലോന് 500 രൂപ റേറ്റ് വരുന്നില്ലേ. അപ്പോൾ അത്രയും വേണ്ട, നമുക്കില്ലേ 1/4 ഭാഗം മതി. 1/4 കിലോനും 1/2 കിലോനെല്ലാം ആയിട്ട് നമുക്ക് കേക്കിൻ്റെ അക്സസറീസ് എല്ലാം കിട്ടുന്ന ഷോപ്പിലെ അവിടെ കിട്ടും. അപ്പോൾ 1/4 കിലോനും നമുക്ക് ഈ ഒരു ചോക്ലേറ്റിന് വേണ്ട 100 ഗ്രാം മതി. ഇനിയിപ്പോൾ ഞാനില്ലേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച കുനാഫ ഡോയിലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. പിന്നെ കുനാഫ ഡോ നമ്മൾ കുക്കാക്കുന്ന എടുക്കും മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് മുമ്പേ പുറത്ത് വെക്കണം കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എനിക്കിപ്പോൾ ഇത് കുക്കാക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഗൾഫിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനില്ലേ ആ ഒരു പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. 100 ഗ്രാം പിസ്ത മതി. ഞാനിപ്പം കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ആക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം അതിനനുസരിച്ച് ഞാൻ ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചെല്ലാം നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിപ്പം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പിസ്തയിൽ നല്ലോണം പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിസ്താഷ്യൂ ബട്ടർ റെഡിയാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കൂലേ, മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് പുറത്ത് വരുന്നത് വരെ അടിച്ചെടുക്കൂലേ, അതുപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കലാണ്. ഈ ഒരു മിൽക്ക് മെയ്ഡിന് പകരം അതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. കുറച്ചധികം നേരം മിക്സിയുടെ ജാറിൽ പിസ്ത നല്ലോണം അടിച്ചെടുത്തതിനാൽ ഒരു പിസ്താഷ്യൂ ബട്ടർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കുനാഫ ഡോ നല്ലോണം കുക്കായിട്ട് വരുന്നുണ്ട്. ബട്ടർ തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ പിസ്തയും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ടില്ലേ, അതിലേക്ക് കുക്കാക്കി വെച്ച ഈ ഒരു കുനാഫ ഡോ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു 3 ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ട ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ചെയ്യുമ്പം 100 ഗ്രാം വീതം എല്ലാം എടുത്താൽ മതി. പിസ്ത 100 ഗ്രാം, കുനാഫ ഡോ, പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി മതി. പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിൽ നല്ലോണം ഈ ഒരു പിസ്ത അടിച്ചിട്ട് അതിൻ്റെ ബട്ടർ ആക്കി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇൻഷാ അല്ലാ ഞാൻ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി കാണിക്കാം കേട്ടോ. അത് കുറച്ച് നല്ല റേറ്റ് ഉള്ളതാണ്. നമ്മൾ പിസ്താഷ്യൂ ബട്ടറും പിന്നെ പ്രീമിയം ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് തന്നെയാണ്. അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാം. പക്ഷേ അധികം ആൾക്കാരും റേറ്റ് കുറഞ്ഞ രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒന്ന് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് വേണം. ഞാനിപ്പം മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എല്ലാം ഉണ്ടാവില്ലേ, ഡയറി മിൽക്കിൻ്റെ എല്ലാം, അതെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റ് ആണെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ആണെങ്കിൽ അതെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ നേരത്തെ പിസ്ത അരച്ചിട്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ പിസ്താഷ്യൂ ബട്ടർ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. ഞാനിത് നല്ലോണം പിസ്ത അരച്ചിട്ട് ബട്ടർ അതിൻ്റെ ഓയിൽ പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ആ ഒരു ബട്ടർ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ട്. ഇത് രണ്ടാമതാണ് കേട്ടോ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യം ഞാൻ പിസ്ത പൊടിച്ചെടുക്കല്ലേ ഇതിന്. അപ്പം ഈ ഒരു ചോക്ലേറ്റിൽ കുനാഫ ചോക്ലേറ്റിൽ ഈ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പം ഈ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി പിസ്ത നല്ലോണം മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പം ഇതാണ് കേട്ടോ പിസ്താഷ്യൂ ബട്ടർ എന്ന് പറയുന്നത്.
അത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങണമെന്നില്ല, ഇതിങ്ങനെ ചെയ്തെടുത്താലും അടിപൊളി തന്നെയായിരിക്കും. ഞാനിപ്പം ചോക്ലേറ്റ് മോൾഡിലൊന്നല്ല ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിലേക്കില്ലേ 2-3 ടേബിൾ സ്പൂണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉണ്ടാവില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് ഇല്ലേ, അത് വഴി മെൽറ്റാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു കുക്കിംഗ് ചോക്ലേറ്റിലേക്ക് നമ്മൾ മിൽക്ക് കോമ്പൗണ്ടെല്ലാം എടുത്തേ, അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കും കാര്യങ്ങളെല്ലാം മിക്സ് ആക്കിയിട്ടും ചെയ്തെടുക്കുക. ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിപ്പോൾ ചോക്ലേറ്റ് മോൾഡിലൊന്നല്ല ചെയ്തെടുക്കുന്നത്. എന്താ പറയുക, നിങ്ങളതിൽ സിലിക്കണ്ട മോൾഡിലുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക. ഞാനിപ്പം സിമ്പിളായിട്ട് നമുക്ക് എന്തിൽ വെച്ചിട്ട് കുട്ടികളെ ടിഫിൻ ബോക്സോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തോളത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറും എന്തായാലും പ്രശ്നമില്ല, അതിന് മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യം പിസ്താഷ്യൂ ബട്ടർ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ മെൽറ്റാക്കി വെച്ച ചോക്ലേറ്റ് വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് ഇതിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ട് വരണം. എന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ ആ ഒരു കുനാഫയും പിസ്തയും തമ്മിലുള്ള മിക്സില്ലേ, ഇതിട്ട് കൊടുക്കുക. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ എത്രമാത്രം പിസ്താഷ്യൂ ബട്ടർ ഇട്ട് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡും പിസ്ത പൊടിച്ചതും അല്ലേ ചേർത്ത് കൊടുത്തേ, അതുകൊണ്ട് തന്നെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം മിൽക്ക് മെയ്ഡ് ഒഴിവാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിസ്താഷ്യൂ ബട്ടർ തന്നെ മാക്സിമം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ ഞാൻ മൊത്തത്തിൽ കുറച്ച് കട്ടിക്ക് തന്നെ ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിന് മുകളിലായിട്ട് മെൽറ്റാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് എന്താ പറയുക ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നില്ല കേട്ടോ, പുറത്ത് വെച്ചാലും ഒന്ന് സെറ്റായിട്ട് കിട്ടും. ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റാവില്ലേ. പിന്നെ എന്താ പറയുക മോൾഡും കാര്യങ്ങളും ഒന്നുമില്ല. സിൽക്കിൻ്റെ മോൾഡിലാണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. ഞാനിതൊരു രാത്രി പെട്ടെന്ന് കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കിയ ഐറ്റമാണ്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കിയതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് കഴിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 65 ദിർഹംസിനൊന്നും ഈ ഒരു ചോക്ലേറ്റ് അത്രയും ടേസ്റ്റി ഒന്നും ഇല്ല എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എനിക്കും അതുതന്നെയാണ് പറയാനുള്ളത്. ഭയങ്കര പൈസ ചിലവാക്കിയിട്ട് ഉണ്ടാക്കി നോക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് ഞാൻ പറയൂല, നോർമൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. ഉള്ളിൽ സ്പെഷ്യൽ ഒരു കുനാഫയും പിസ്തേൻ്റെ ടേസ്റ്റെല്ലാം ആകുമ്പം വേറെ തന്നെയല്ലേ അങ്ങനെ. അപ്പോൾ ട്രൈ ആക്കുന്നവരാണെങ്കിൽ ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.